നമസ്കാരം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വക്കീൽ മന്ത്രിയായി, വൈദ്യുതി മന്ത്രിയായി, പാർലമെന്ററി കാര്യവും പരിസ്ഥിതിയുടെയൊക്കെ മന്ത്രിയായി. അപ്പോൾ ഇനി ആരാ KPCC പ്രസിഡന്റ്? 4 പേരുകൾ കറങ്ങുന്നുണ്ട്, സീരിയസ് ആയിട്ട് കറങ്ങുന്നുണ്ട്. ഒന്നാമതായി ഇപ്പം നിൽക്കുന്ന പേര് ബെന്നി ബെഹനാൻ MP-യുടെ പേരാണ്. ബെന്നി ബെഹനാൻ വളരെ സീനിയർ നേതാവാണ്, ഉമ്മൻചാണ്ടിയുടെയൊക്കെ അടുത്ത ആളാണ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആകാനുള്ള സാധ്യത ബെന്നി ബെഹനാനാണ് ഒരു സാധ്യത. ഇനി ബെന്നി ബെഹനാൻ ഏതെങ്കിലും തരത്തിലായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വലിയ സാധ്യത വരുന്നത് ആൻഡോ ആൻ്റണിക്കും വലിയ സാധ്യതയുണ്ട്. അദ്ദേഹവും പ്രധാനപ്പെട്ട നേതാവാണ്, പത്തനംതിട്ട എന്നുള്ള KPCC പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. 2 ബല്ലകൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് ഇങ്ങനെ പല ആളുകളും, ശിവഗിരി മഠത്തിൽ നിന്നും അതുപോലെ തന്നെ പല ആളുകളും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പറയുന്നുണ്ട്. ഇനി അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് ആവുകയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമായിരിക്കും. കാരണം അദ്ദേഹം റിസർവേഷനുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല, ജാതി പറഞ്ഞതുമല്ല. പക്ഷേ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് AK ആൻ്റണിയാണ് അദ്ദേഹത്തെ പിന്നെ ഈ KPCC ഓഫീസുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നിൽക്കുകയും അങ്ങനെ അന്ന് KSUവിലും യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് വളരെ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വന്ന് AK ആൻ്റണിയുടെയൊക്കെ നല്ലൊരു ആശീർവാദമൊക്കെ കിട്ടി വലിയ രീതിയിൽ വളർന്നു വരികയും അതിനുശേഷം അദ്ദേഹം നേതാവായതിനു ശേഷം തന്നെ വലിയ നേതാവുകയും അദ്ദേഹം നിരന്തരം മാവേലിക്കരയിലെ വോട്ടെണ്ണുമ്പോൾ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടോ, കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര ജയിക്കും. അപ്പോൾ വളരെ വലിയ ജനപ്രിയനാണ്. കല്യാണവും മരണവും കുളിയും സകല കാര്യത്തിനും കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഉണ്ട്. വളരെ ജനപ്രിയനാണ്, ജനകീയനാണ്. അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അർഹതയുണ്ട്, എല്ലാ അർത്ഥത്തിലും അർഹതയുണ്ട്. വേണമെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഒരു ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളിന് നമ്മൾ KPCC പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു ചരിത്രം കൂടി, കാരണം അങ്ങനെ ചരിത്രമുണ്ടല്ലോ. ഇപ്പോൾ KR നാരായണനെ പ്രസിഡന്റാക്കി ചരിത്രമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ കഴിവുണ്ടെങ്കിൽ, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അവരെ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷും ആകാൻ സാധ്യതയുണ്ടോ? അതോ ചാണ്ടി ഉമ്മൻ്റെ പേരിങ്ങനെ, പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ ഒരു KPCC പ്രസിഡൻ്റൊക്കെ ആവാനുള്ളൊരു പക്വതയായോ എന്നൊരു സംശയം നമുക്കുണ്ട്. വേറൊന്നുമല്ല, വളരെ ജൂനിയർ അല്ലേ, പ്രായം കൊണ്ട്. MLA ആയി, 2ാമത്തെ തവണ ഇപ്പോൾ നേരത്തെ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു, 2ാമത് MLA. മന്ത്രിയാക്കാമായിരുന്നു, മന്ത്രിയാക്കാൻ വേറെ വലിയ സന്നാഹമൊക്കെ ഉണ്ടല്ലോ കൂടെ, മന്ത്രിയാക്കാം. പക്ഷേ അതേസമയം KPCC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പക്വത ആവശ്യമുള്ള ഒരു പോസ്റ്റ് അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രായത്തിൻ്റെ കാര്യം ഞാൻ എക്സ്പീരിയൻസ്, പ്രായം കൊണ്ടൊരു എക്സ്പീരിയൻസ് ചാണ്ടി ഉമ്മന് ആവശ്യമില്ലേ എന്നൊരു ചോദ്യം നമുക്കുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ പേരും പറഞ്ഞു. അങ്ങനെ പല പേരുകളാണ് ഇതിനകത്ത് കേൾക്കുന്നത്. എന്തായാലും ബെന്നി ബെഹനാനാണ് 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്, ആൻഡോ ആൻ്റണി 2ാം സ്ഥാനം, കൊടിക്കുന്നിൽ സുരേഷും കൂടെ ഉണ്ട്. പക്ഷേ അതിൽ ആരാണ് എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനം മാറാൻ സാധ്യതയില്ല, മാറും. കാരണം സണ്ണി ജോസഫ് വക്കീലിന് ഇത് രണ്ടും കൂടെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിലും മന്ത്രിയാകുമ്പോൾ അതിന് വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേത് രാഷ്ട്രീയ പോസ്റ്റാണ്. അപ്പോൾ 2 പോസ്റ്റാണ്, അപ്പോൾ 2 സ്ട്രീമാണ്. ഒന്നൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രീമാണ്, മറ്റേത് പൊളിറ്റിക്കൽ സ്ട്രീമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോവുക പ്രായോഗികമല്ല. ഇനി MM ഹസനെ കൊണ്ടുവരുമോ? വീണ്ടും KPCCയുടെ ഭാരവാഹിയായിട്ട് UDF കൺവീനറായിട്ടൊക്കെ ഇരുന്നു, ഇനി കൊണ്ടുവരുമോ? അതോ അടൂർ പ്രകാശിനെ KPCC പ്രസിഡന്റ് ആക്കിയിട്ട് ബെന്നി ബെഹനാനെ പിടിച്ചിട്ട് UDFൻ്റെ കൺവീനറാക്കുമോ? അത് നമുക്കറിയില്ല. ഇനിയിപ്പം പല ഇക്വേഷൻസ് ആണല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാം. പക്ഷേ ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു അഭിപ്രായം എടുക്കുന്നുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അഭിപ്രായം കാണും, പ്രിയങ്ക ഗാന്ധിക്ക് അഭിപ്രായം കാണത്തില്ല, അവരൊരു സജഷൻ എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കും. സോണിയാഗാന്ധിക്ക് വലിയൊരു റോള് കാണും, KC വേണുഗോപാലിന് വലിയ റോള് കാണും. ഇനി KC വേണുഗോപാലിൻ്റെ ആളുകളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർ ആരെങ്കിലും വരുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം മാറാൻ എല്ലാ സാധ്യതയുമുണ്ട്, മാറും. അപ്പോൾ ആരാണ് ഇനി പകരം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഭരണത്തിലിരിക്കുന്ന സമയത്താണ് KPCC പ്രസിഡന്റ് പുതിയതുണ്ടാവുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. KPCC പ്രസിഡന്റും ഭരണവും തമ്മിൽ ഒന്നിച്ച് പോകേണ്ടതുമുണ്ട്. നേരത്തെ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചില വിഷയങ്ങളിൽ ചില ഉരസലുകളൊക്കെ ഉണ്ടായിരുന്നു. VM സുധീരൻ സാറ് സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആളാണ്, അദ്ദേഹം വലിയ നിലപാടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വർത്തമാനം പറഞ്ഞു. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, അതൊന്നും വരാതെ നിലപാടുകളൊക്കെ പാർട്ടിക്കകത്ത് പറയുകയും അത് പരസ്യമായി പബ്ലിക്കിൽ പറയാതെ എന്ത് നിലപാടുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. മദ്യനയത്തെ സംബന്ധിച്ച് വരും, ഓരോ പദ്ധതികളെ സംബന്ധിച്ച് വരും, പിന്നെ കോർപ്പറേഷൻ അതുപോലെ പലതും പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചുള്ള വരും, സ്ഥാനമാനങ്ങൾ, ഒരുപാട് ഡിസ്പ്യൂട്ട് വരും. KPCC പ്രസിഡന്റും കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും മന്ത്രിമാർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, പറ്റാത്തത് കാണും. അപ്പോൾ ഒരുപാട് ഡിസ്പ്യൂട്ട് വരും. ഈ ഡിസ്പ്യൂട്ട് വരുന്നതൊക്കെ പരിഹരിക്കപ്പെട്ടു പോകുന്നത് ആണ്. പകരം
പുറത്ത് പൊതു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും അത് വരാതെ നോക്കുക എന്ന് പറയുന്നത് കെ പി സി പ്രസിഡന്റ് വലിയൊരു ഉത്തരവാദിത്വമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കെ പി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റല്ല, പ്രത്യേകിച്ച് ഭരണം കൂടി ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഏത് രീതിയിലും പ്രവർത്തിക്കാം. പക്ഷെ ഭരണം കൂടി ഇരിക്കുമ്പോൾ അത് രണ്ട് ദിശയിൽ പോകുന്നു തോന്നിപ്പോയാൽ പാർട്ടിക്കകത്ത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും. ഇപ്പോൾ തീർന്നില്ലല്ലോ, 2029 ആകുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നു, പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, പിന്നെ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, തെരഞ്ഞെടുപ്പ് തീരുന്നില്ലല്ലോ. അപ്പോൾ അപ്പോഴെല്ലാം പാർട്ടി സജ്ജമാക്കി നിർത്തണമെങ്കിൽ, മുന്നണിയെ സജ്ജമാക്കി നിർത്തണമെങ്കിൽ കെ പി സി സിക്ക് വളരെ പക്വതയുള്ള, പാകതയുള്ള, വാക്കുകൊണ്ടും നാക്കുകൊണ്ടും വർത്തമാനം കൊണ്ടുമൊക്കെ വളരെ പക്വതയുള്ള നേതാവിനെയാണ് നമുക്ക് ആവശ്യം. അത് വരുമെന്ന് തന്നെ നമുക്ക് കൃത്യമായി പ്രതീക്ഷിക്കാം.